ശ്രീനാഥ് ചന്ദ്രൻ കൂടി ചെയ്യുന്നുണ്ട്. ശ്രീനാഥ്, പുൽവാമയിൽ കൊടുത്തതിലും വലിയ തീവ്രമായ ഈ വെറുപ്പിന്റെ വക്താക്കൾ ഒരിക്കലും മറക്കാത്ത തിരിച്ചടി കൊടുക്കൽ തന്നെയാണ് മരിച്ചവർക്കുള്ള ആദരം നൽകുന്നതിൻ്റെ ആദ്യ സ്റ്റെപ്പ്. ഉറപ്പായും അതുണ്ടാവുകയും ചെയ്യും. അത് ഏറ്റവും കടുത്ത, ഒരു കാലത്തും ചരിത്രം മറക്കാനാവാത്ത വിധമുള്ള തിരിച്ചടി അവിടെ കൊടുക്കുകയും വേണം. പക്ഷെ നമുക്കിത് അങ്ങേയറ്റം നടുക്കത്തിൻ്റെയും അങ്ങേയറ്റം കണ്ണുനീരിൻ്റെയും അങ്ങേയറ്റം വിലാപത്തിൻ്റെയും മണിക്കൂറുകൾ കൂടിയാണല്ലോ ശ്രീനാഥ്. രാജ്യം ഒന്നാകെ നടുങ്ങി നിൽക്കലാണ്. പരിക്കേറ്റ 17 പേരിൽ 3 പേരുടെ ആരോഗ്യനില കുറച്ച് പ്രശ്നമാണ് എന്ന് കേൾക്കുന്നുണ്ട്. എന്താണ് അവരുടെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ട് അറിയാൻ കഴിയുന്നത്? എപ്പോഴൊക്കെയാണ് ഈ അതത് സംസ്ഥാനങ്ങളിലേക്ക് ഈ മരിച്ചവരുടെ മൃതദേഹങ്ങൾ കൊണ്ടുപോവുക, അവർക്ക് ആദരമർപ്പിച്ച് അവരെ യാത്രയാക്കുക എന്ന അങ്ങേയറ്റം വേദനാജനകമായ ചടങ്ങുകൾ ബാക്കിയാണല്ലോ ശ്രീനാഥ്? ഹഷ്മി, പരിക്കേറ്റവരിൽ ഏതാണ്ട് ഭൂരിഭാഗം പേരും അപകടനില തരണം ചെയ്തിട്ടുണ്ട്. ആർക്കും ഇനിയിപ്പോൾ കാര്യമായൊരു ആരോഗ്യ പ്രശ്നം ആ തരത്തിൽ ഗുരുതരാവസ്ഥയിലില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മൃതദേഹങ്ങളൊക്കെ തന്നെ ശ്രീനഗറിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. അവിടെ നിന്ന് വിമാനമാർഗം അവരുടെ സ്വദേശങ്ങളിലേക്ക് എത്തിക്കും. ആദ്യത്തെ വിമാനം 11:30 പുറപ്പെടും എന്നതാണ് മനസ്സിലാക്കുന്നത്. എയർ ഇന്ത്യ വിമാനത്തിൽ അത് നേരെ ദില്ലിയിലേക്കാണ് വരിക. അവിടെ വെച്ച് ഇപ്പോൾ ഹരിയാനയിലേക്ക് പോകേണ്ട മൃതദേഹം, അതായത് കൊച്ചിയിൽ ജോലി ചെയ്ത നാവികസേനാ ഉദ്യോഗസ്ഥൻ്റെ മൃതദേഹം ദില്ലിയിലെത്തിയതിനു ശേഷം പിന്നീട് റോഡ് മാർഗം പോകും എന്നതാണ് മനസ്സിലാക്കുന്നത്. കേരളത്തിലേക്ക് കൊണ്ടുവരേണ്ട രാമചന്ദ്രൻ എന്നയാളുടെ മൃതദേഹമുണ്ട്. അതും ദില്ലിയിലെത്തിയതിനു ശേഷം പിന്നീട് അവിടെ നിന്നാണ് കൊച്ചിയിലേക്ക് എത്തിക്കുക. അത് വൈകിട്ടോടെ എത്തും എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ആ തരത്തിൽ ഇന്ന് തന്നെ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ പരമാവധി പേരുടെ മൃതദേഹങ്ങൾ സ്വദേശത്തേക്ക് കൊണ്ടുപോകാനുള്ള സജ്ജീകരണങ്ങൾ, വിമാനമാർഗം എത്തിക്കാനുള്ള സജ്ജീകരണങ്ങളൊക്കെ തന്നെ പൂർത്തിയായിട്ടുണ്ട്. ഏതായാലും ഭീകരരെ കണ്ടെത്താനുള്ള തെരച്ചിൽ തന്നെയാണ് ഇപ്പോൾ പ്രധാനമായും നടക്കുന്നത്. അവർ എവിടെയാണ് ഒളിച്ചിരിക്കുന്നത് എന്ന് കണ്ടെത്തേണ്ടതുണ്ട്. അവരെ പിടികൂടി അവരുടെ വായിൽ നിന്ന് തന്നെ ആരാണ് ഇത്തരമൊരു ക്രൂരകൃത്യത്തിന് അവരെ പറഞ്ഞയച്ചത് എന്ന കാര്യത്തിന് ഉത്തരം നമുക്ക് കിട്ടണം. ആ ഉത്തരം ലോകത്തെ കേൾപ്പിക്കുകയും വേണം. നമുക്കിപ്പോൾ കിട്ടുന്ന സൂചനകൾ അനുസരിച്ച് പാകിസ്ഥാൻ്റെ ബന്ധം ഏതാണ്ട് തെളിഞ്ഞു വരുന്നുണ്ട്. സൈഫുള്ള കസൂരി എന്ന ഭീകരൻ, അതായത് ലഷ്കർ ഭീകരനാണ്. ഹാഫിസ് സെയ്ദ് കഴിഞ്ഞാൽ പിന്നീട് രണ്ടാമനായി ലഷ്കറിൽ കണക്കാക്കപ്പെടുന്ന ആൾ 2000-ന്റെ തുടക്കത്തിൽ ലഷ്കറിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെടുകയും പിന്നീട് പടിപടിയായി ആ സംഘടനയിൽ വളർന്നു വരികയും എന്തിനു പാകിസ്ഥാൻ ആർമിയുടെ ഒരു സ്വന്തക്കാരനായി ഈ കഴിഞ്ഞ കാലങ്ങളടക്കം കഴിഞ്ഞിരുന്ന ആളാണ്. അദ്ദേഹം 2 മാസങ്ങൾക്ക് മുമ്പ് പഞ്ചാബ് പ്രവിശ്യയിൽ വെച്ച് ഇന്ത്യക്കെതിരെ നടത്തിയ പ്രകോപനമായ പ്രസംഗമടക്കം കശ്മീരിനെ ഞങ്ങൾ അടുത്ത വർഷം 2026 ഫെബ്രുവരി 2-നകം പിടികൂടും, സ്വന്തമാക്കും എന്നൊക്കെ അദ്ദേഹം പറയുകയും നമ്മുടെ രാജ്യത്തിനെതിരെ കടുത്ത ഭാഷയിൽ, വളരെ മോശമായ ഭാഷയിൽ വിദ്വേഷം വമിപ്പിച്ച ആളാണ് ഈ കസൂരി. ഏതായാലും കസൂരിയാണ് ഏതാണ്ട് 7-8 ഭീകരരെ ഇന്ത്യയിലേക്ക് അയച്ചത്. ഈ കസൂരി തന്നെയാണ് ഈ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന ഇപ്പോൾ കുറ്റം സ്വയം ഏറ്റെടുത്തിട്ടുള്ള സംഘടനയെ രൂപീകരിച്ച് അതിനെ വളർത്തിക്കൊണ്ടുവരുന്നത് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. രജൌരി, പൂഞ്ച് മേഖലകളിലൊക്കെയാണ് ഇയാളുടെ പ്രവർത്തനം കൂടുതലായും ഉണ്ടായിരുന്നത്. ഏതായാലും ഇയാളിലേക്കാണ് അന്വേഷണം ഈ ഘട്ടത്തിൽ ചെന്ന് എത്തുന്നത് എന്നതാണ് ലഭിക്കുന്ന സൂചനകൾ. അതൊക്കെ തന്നെ ഈ ആക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്ത ആളുകളുടെ വായിൽ നിന്ന് തന്നെ കേൾക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. കപിൽ സിബൽ അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് പാകിസ്ഥാനെ ഒരു ഭീകരരാഷ്ട്രമായി പ്രഖ്യാപിക്കണം, അങ്ങനെ ഒരു വിശേഷണമാണ് പാകിസ്ഥാന് നൽകേണ്ടത് എന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷായോട് അദ്ദേഹം ആവശ്യപ്പെട്ടു. മാത്രമല്ല, അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ പാകിസ്ഥാനെ കയറ്റി നിർത്തി പാകിസ്ഥാനെ കൊണ്ട് മറുപടി പറയിപ്പിക്കണം എന്നും അദ്ദേഹം പറയുകയും ചെയ്തു.